പാമ്പിൻ്റെ പക എന്ന് കേട്ടിട്ടില്ലേ? ഒരിക്കൽ തന്നെ ആക്രമിച്ചവരോട് വർഷങ്ങളോളം അതിൻ്റെ പകയും വെറുപ്പും കൊണ്ടു നടക്കുന്ന സിദ്ധാന്തം. ചാമ്പ്യൻസ് ലീഗിൽ അത് റയലിൻ്റെ പോളിസിയാണ്, പ്രത്യേകിച്ചും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ. 3 വർഷം മുമ്പ്, അതായത് 2023 പെപ്പും സംഘവും തങ്ങളുടെ കന്നി ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തുമ്പോൾ സെമിയിൽ അവർ ചവിട്ടിമതിച്ചത് റയലിനെയായിരുന്നു. ബെർണബ്യൂവിലെ ആദ്യ പാദം സമനിലയിൽ അവസാനിച്ചെങ്കിലും എത്തിഹാദിലെ രണ്ടാം പാദം റയലിന് സമ്മാനിച്ചത് ഒരു ഇരുണ്ട ദിനമായിരുന്നു. UCL ചരിത്രത്തിലെ റയലിൻ്റെ ഏറ്റവും വലിയ തോൽവിയായ 4-0 എന്ന മാർജിനിൽ കളി അവസാനിക്കുമ്പോൾ ഒരു കിരീട വിജയത്തോളം എത്തിഹാദ് സ്റ്റേഡിയം അതിനെ കൊണ്ടാടി. പക്ഷേ നീറിപ്പുകയുന്ന മനസ്സുമായി അവിടെ നിന്നും മടങ്ങിയ റയൽ അതിന് പകരം ചോദിക്കാൻ ഒരവസരവും കാത്തുനിന്നു. 2024 ക്വാർട്ടർ ഫൈനലിലും 25 പ്ലേ ഓഫിലും ഈ സീസണിൽ പ്രീ ക്വാർട്ടറിലും ഇരുവരും ഏറ്റുമുട്ടി. 6 കളികളിൽ 4 ജയവും 2 സമനിലയുമായി സിറ്റിയെ തരിപ്പണമാക്കിയ റയൽ 3 സീസണിലും അവരെ മറികടന്ന് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. 14 ഗോളുകളാണ് ഈ മത്സരങ്ങളിൽ റയലിൻ്റെ സമ്പാദ്യം. പരിക്കും ലീഗിലെ ഫോമില്ലായ്മയുമെല്ലാം സീസണിൽ റയലിനെതിരെ മാച്ച് പ്രെഡിക്റ്റുകൾ തിരിച്ചെങ്കിലും അറബലോക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. ട്രസ് ലാ ഫാബ്രിക്ക എന്ന തന്റെ പ്ലാനിൽ അയാൾ ഉറച്ചു നിന്നപ്പോൾ റയൽ അനായാസം റൗണ്ട് ഓഫ് 8 ഉറപ്പിച്ചു. ബെർണബ്യൂവിലെ 3 ഗോൾ ചെയ്യുന്ന നൽകിയ ആത്മവിശ്വാസത്തിലാണ് റയൽ മാഞ്ചസ്റ്ററിലേക്ക് വണ്ടി കയറിയത്. എംബാപ്പയും ബെല്ലിംഗ്ഹാമും ടീമിൽ തിരിച്ചെത്തിയതും അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. മറുപുറത്ത് ഒരു അത്ഭുത ജയം കിനാവ് കണ്ടാണ് സിറ്റി സ്വന്തം മൈതാനത്തിറങ്ങിയത്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ എന്ന 7 നമ്പറുകാരൻ സിറ്റിയുടെ മോഹങ്ങളെ കാറ്റിൽ പറത്തി. ഇരുപാദങ്ങളിലുമായി സിറ്റിക്ക് ആകെ നേടാനായത് 1 ഗോളും 1 ചുവപ്പ് കാർഡും മാത്രമാണ്. ഫെർലാൻ മെൻഡിക്ക് പകരം ഫ്രാൻ ഗാർഷ്യ. മാഡ്രിഡിൽ നിന്ന് മാഞ്ചസ്റ്ററിലെത്തുമ്പോൾ തൻ്റെ വിന്നിംഗ് കോമ്പിനേഷനിൽ അർബലോ നടത്തിയത് ഒരൊറ്റ ചേഞ്ചാണ്. കളിയുടെ ഒഴുക്കിൽ അത് കാണാനുമുണ്ടായിരുന്നു. ആദ്യ പാദത്തിലേതിന് സമാനമായ ആയാസത്തിൽ റയൽ പന്ത് തട്ടി. എവേ ഗ്രൗണ്ടിൽ ആവേശം പകരാൻ റയലിൻ്റെ ആരാധക കൂട്ടം കൂടി എത്തിയതോടെ കളിയേറെക്കുറെ റയലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. 17-ാം മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ നടത്തിയ ഒരു സോളോ റണ്ണിനൊടുവിൽ വിനി സിറ്റി പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് എടുക്കുന്നു. പന്ത് ഡോണറുമയെ മറികടന്നെങ്കിലും സൈഡ് പോസ്റ്റിലിടിച്ചു. പിന്നാലെ ഡോണറുമയുടെ തൻ്റെ ദേഹത്ത് തട്ടി പന്ത് പുറത്തേക്ക് തെറിക്കുന്നു. പക്ഷെ പന്ത് വര കടക്കുമ്പോൾ ബ്രാഹിം ഡിയാസ് അതിലേക്ക് ചാടി വീണു. പൊടുന്നനെയുള്ള ക്രോസിൽ ബോൾ വിനിയിലെത്തി. താരത്തിന് ഇടങ്കാലൻ ഷോട്ട് ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെങ്കിലും ഗോൾ ലൈനിൽ പൊസിഷൻ ചെയ്ത് ബെർണാഡോ സിൽവ പന്തിനെ പുറത്തേക്ക് അയച്ചു. ഹാൻഡ്ബോളിനായി റയൽ താരങ്ങൾ ഒന്നാകെ അപ്പീൽ ചെയ്തതോടെ റഫറി നേരെ VAR-ലേക്ക് ചെന്നു. വീഡിയോ റീപ്ലേക്കൊടുവിൽ റഫറി വിധി കുറിച്ചു. റയലിന് പെനാൽറ്റി, ബെർണാഡോ സിൽവക്ക് റെഡ് കാർഡും. കിട്ടിയ പെനാൽറ്റി വലയിലാക്കി വിനി റയലിനെ മുന്നിലെത്തിച്ചു. പിന്നാലെ സിറ്റി ഫാൻസിനോട് വായടക്കൂ, ഇരുന്ന് കരയൂ എന്ന തരത്തിൽ ഒരു ഗോൾ സെലിബ്രേഷൻ നടത്തി. അഗ്രിഗേറ്റിൽ 4 ഗോളിന് പുറകിലായതോടെ സിറ്റി ഗാലറി ഏറെക്കുറെ മരവിച്ച മട്ടിലായിരുന്നു. എന്നാൽ റയലിൻ്റെ കാണികൾ ഫുൾ ഫ്ലോയിൽ നിന്ന് കത്തുകയും ചെയ്തു. റയലിന് പിന്നെയും അനവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഭാഗ്യക്കേടും ഡോണറുമയും ഗോൾ അകറ്റി നിർത്തി. ഇപ്പുറത്ത് സിറ്റി നടത്തിയ നീക്കങ്ങളൊന്നും തിബോ കോർട്ടുവയെ പരീക്ഷിക്കാൻ പോന്നവയല്ലായിരുന്നു. ഒടുവിൽ 41-ാം മിനിറ്റിൽ സിറ്റി ഗോൾ നേടി. ഇടത് വിങ്ങിലൂടെ ഡോക്കു നടത്തിയ നീക്കത്തിനൊടുവിൽ റയൽ താരങ്ങളുടെ ദേഹത്ത് തട്ടിത്തെറിച്ചു വന്ന പന്ത് ഹാളണ്ട് വലയിലേക്ക് തള്ളിയിട്ടു. മത്സരം സമനിലയായെങ്കിലും മറികടക്കാനുള്ള 3 ഗോളിൻ്റെ ദൂരം ഹാളണ്ടിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ആ ലക്ഷ്യം മനസ്സിലുറപ്പിച്ചാണ് സിറ്റി താരങ്ങൾ ആദ്യ പകുതി കളിച്ചവസാനിപ്പിച്ചത്. രണ്ടാം പകുതി തുടങ്ങിയത് ഹാളണ്ടിൻ്റെ ഓൺ ടാർഗറ്റ് ഷോട്ടോടെയാണ്. പക്ഷേ പകരക്കാരനായി ഇറങ്ങിയ ലുനിൻ അനായാസം അത് തടുത്തിട്ടു. പിന്നാലെ ഡോക്കുവിലൂടെ സിറ്റി ഗോൾ മടക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചു. ഒരു ഘോഷയാത്ര പോലെ വരാനിരിക്കുന്ന ഓഫ് സൈഡ് ഗോളുകളുടെ തുടക്കമായിരുന്നു അത്. 8 നവറിയുടെ ഹെഡറും വൽവർഡയുടെ ഗോളും വിനിയുടെ ലാസ്റ്റ് മിനിറ്റ് ഫിനിഷുമെല്ലാം പിന്നാലെ ഓഫ് സൈഡിൽ കുരുങ്ങി. കളി സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിയെങ്കിലും ഷൗമനിയുടെ ക്രോസിന് കാൽവെച്ച് വിനി റയലിൻ്റെ ജയം അരക്കെട്ടിട്ട് ഉറപ്പിച്ചു. എത്തിഹാദ്, ചാമ്പ്യൻസ് ലീഗ്, വിനീഷ്യസ് ജൂനിയർ, അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. 2023 ശേഷം എന്നാ മൈതാനത്തെത്തിയാലും വിനി ബീസ്റ്റ് മോഡിലാണ് കളിക്കുന്നത്. വിനിയെ പ്രകോപിപ്പിക്കാൻ സ്റ്റോപ്പ് ക്രൈങ് യുവർ ഹാർട്ട് ഔട്ട് എന്നെഴുതിയ കൂറ്റൻ ടിഫോയുമായി കഴിഞ്ഞ തവണ സിറ്റി ആരാധകർക്ക് മുന്നിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങിയായിരുന്നു വിനി മടങ്ങിയത്. ഇന്നലെയും അതുതന്നെയായിരുന്നു സ്ഥിതി. 2 ഗോളുമായി ഒരിക്കൽ കൂടി ഒരു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം. റയലിനോട് ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ടിൽ തോറ്റുപുറത്തായ റെക്കോർഡ് ഇനി സിറ്റിയും അത്ലറ്റിക്കോ മാഡ്രിഡും പങ്കുവെക്കും. തൻ്റെ ആദ്യ ഉദ്യമത്തിൽ തന്നെ മൗറീനോയെയും പെപ്പിനെയും പുറത്താക്കിയ അർബലോവ അടുത്ത റൗണ്ടിൽ കാത്തിരിക്കുന്നത് സമകാലീനനായ വിൻസെന്റ് കമ്പനിയുടെ ബയേണിനെയാണ്. യൂറോപ്പിലാകെ ഗോളടിച്ച് വിപ്ലവം തീർക്കുന്ന ബയേണിനെ പിടിച്ചുകൊട്ടുക എന്നത് അർബലോക്ക് അത്ര എളുപ്പമാവില്ല. എങ്കിലും ഈ ടീമിലും ചാമ്പ്യൻസ് ലീഗിൽ അവർ നടത്തുന്ന മുന്നേറ്റത്തിലും ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. 16-ാം കിരീടം സ്വപ്നം കാണുന്ന റയൽ ഇക്കുറി എവിടെ വരെ പോകും? ആവേശ പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം.